നമസ്കാരം. മീഡിയ സ്റ്റവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പ്രത്യേക സന്ദർശനത്തിന്റെ ഭാഗമായാണ് US സംഘം അബുദാബിയിലെത്തിയത്. പ്രധാനമായും ഗസ ഇസ്രായേൽ യുദ്ധമാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കുന്നതിനും ഗസയിലെ മാനുഷിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് പ്രധാനമായും ചർച്ചയിൽ ഇരു നേതാക്കളും പങ്കുവച്ചത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുത്തുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയെ സംഭാഷണത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയതായും ആന്റണി ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. അബുദാബി ഷാത്തി കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനും ജീവകാരുണ്യപരമായ സഹായം ലഭ്യമാക്കാനും അടിയന്തര നീക്കം വേണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. ഇതിനു പുറമെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നീക്കം എല്ലാ നിലക്കും തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ മേഖലയിൽ സന്ദർശനം നടത്തിയ ഘട്ടത്തിലും ആന്റണി ബ്ലിങ്കൻ അബുദാബിയിലെത്തി ഷെയ്ഖ് മുഹമ്മദുമായി ചർച്ച നടത്തിയിരുന്നു. മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുന്ന സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ് അൽ നഹിയാൻ, വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാൻ എന്നിവരുൾപ്പെടെ പ്രമുഖരും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു. മീഡിയ വൺ അബുദാബി. യുദ്ധത്തിന്റെ ദുരിതത്തിനൊപ്പം തണുപ്പിന്റെ കാഠിന്യം കൂടി പ്രതിസന്ധിയിലാക്കിയ ഗസ ജനതയ്ക്ക് UAEയുടെ സഹായം. തണുപ്പിനെ പ്രതിരോധിക്കുന്ന 4 ലക്ഷം ജാക്കറ്റുകൾ ഗസയിലെത്തിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതിനായി അവസാനവട്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. പുതപ്പുകൾ, ഹീറ്ററുകൾ, ശൈത്യകാല കയ്യുറകൾ എന്നിവയും ജാക്കറ്റുകൾക്കൊപ്പം നൽകാനാണ് പദ്ധതിയിട്ടിരിക്കുന്നതെന്ന് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് അറിയിച്ചു. ഈജിപ്തിൽ നിർമ്മിച്ച വിന്റർ ജാക്കറ്റുകൾ ഗസ അതിർത്തി പ്രദേശമായ അൽ-ആരിഷിലാണ് എത്തിക്കുക. അവിടെ നിന്ന് റഫ അതിർത്തി മുഖേന വീട് നഷ്ടപ്പെട്ട് തെരുവിൽ താമസിക്കുന്ന ജനങ്ങളിലേക്ക് കൈമാറും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് 3 ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായാണിത്. ഇതിനകം 16 ലക്ഷം വസ്ത്രങ്ങളും പുതപ്പുകളും ഗസയിൽ എത്തിച്ചിട്ടുണ്ട്. അതിനു പുറമെയാണ് കൂടുതൽ സഹായം എത്തിക്കാനുള്ള നീക്കം. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തവർ ചെറിയ കൂടാരങ്ങളിലായാണ് താമസിച്ചു വരുന്നത്. തണുപ്പ് കടുത്തതോടെ ഇവിടങ്ങളിൽ താമസിക്കുന്നവരുടെ ദുരിതം ഇരട്ടിയായി. ഗസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് UAE സ്ഥാപിച്ച 2ാമത് കടൽവെള്ള ശുചീകരണ പ്ലാന്റ് അടുത്തിടെയാണ് വിപുലീകരിച്ചത്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പ്ലാന്റിലേക്ക് പൈപ്പുകൾ മുഖേന വെള്ളമെത്തിച്ച് ഫിൽട്ടർ ചെയ്ത് ഗസക്കാർക്ക് ഉപയോഗിക്കാനായി ഭൂഗർഭ മാർഗത്തിലൂടെ എത്തിക്കുന്നതാണ് പദ്ധതി. മീഡിയ വൺ ദുബൈ. സൗദി അറേബ്യയിലേക്കുള്ള എല്ലാത്തരം തൊഴിൽ വിസകളുടെയും സ്റ്റാമ്പിങ്ങിന് വിരലടയാളം നിർബന്ധമാക്കി. ജനുവരി 15 മുതൽ നിയമം പ്രാബല്യത്തിലാകുമെന്ന് മുംബൈയിലെ സൗദി കോൺസുലേറ്റ് അറിയിച്ചു. തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ ആവശ്യമായ രേഖകളുമായി VFS സെന്ററിൽ നേരിട്ടെത്തിയാണ് വിരലടയാളം നൽകേണ്ടത്. കേരളത്തിൽ എറണാകുളത്തും കോഴിക്കോടുമാണ് VFS സെന്ററുകളുള്ളത്. മുംബൈയിലെ സൗദി കൗൺസിലേറ്റ് ട്രാവൽ ഏജൻസികൾക്കയച്ച സർക്കുലറിലാണ് പുതിയ നിർദ്ദേശമുള്ളത്. സൗദിയിലേക്കുള്ള എല്ലാത്തരം തൊഴിൽ വിസകളും സ്റ്റാമ്പ് ചെയ്യുന്നതിന് VFS സെന്ററുകളിലെത്തി വിരലടയാളം ഉൾപ്പെടെയുള്ള ബയോമെട്രിക് ഡാറ്റകൾ നൽകണം. ജനുവരി 15 മുതൽ നിയമം പ്രാബല്യത്തിലാകും. ഇതോടെ ട്രാവൽസ് വഴിയുള്ള വിസ സ്റ്റാമ്പിംഗ് നടപടികൾ പൂർണ്ണമായും നിലക്കും. പകരം VFS സെന്ററുകളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനും നിർദ്ദേശം ഇടയാക്കും. കേരളത്തിൽ എറണാകുളത്തും കോഴിക്കോടുമാണ് നിലവിൽ VFS സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കുടുംബ, ബിസിനസ്, സന്ദർശന വിസകൾ, ടൂറിസ്റ്റ് വിസകൾ, ആശ്രിത താമസ വിസകൾ എന്നിവയാണ് നിലവിൽ സെന്ററുകൾ വഴി സ്റ്റാമ്പിംഗ് നടത്തിവരുന്നത്. VFS സേവനത്തിന് മുൻകൂർ ബുക്കിംഗ് നിർബന്ധമാണ്. തൊഴിൽ വിസ സേവനങ്ങൾ കൂടി സെന്റർ മുഖേനയാകുന്നതോടെ അപ്പോയിന്റ്മെന്റിന് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ട്രാവൽ രംഗത്തുള്ളവർ അഭിപ്രായപ്പെടുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ വൺ, ദമ്മാം. ആഗോളതലത്തിലുള്ള പാസ്പോർട്ട് റാങ്കിങ്ങിൽ കുവൈത്തിന് 45ാം സ്ഥാനം. 2024 ഗ്ലോബൽ പാസ്പോർട്ട് സൂചികയിലാണ് കഴിഞ്ഞ തവണയേക്കാൾ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി കുവൈറ്റ് 45ാമതെത്തിയത്. കുവൈറ്റ് പാസ്പോർട്ട് ഉപയോഗിച്ച് 62 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും 50 രാജ്യങ്ങളിലേക്ക് ഓൺ അറൈവൽ വിസ ഉപയോഗിച്ചും പ്രവേശിക്കുവാൻ സാധിക്കും. ഗൾഫ് മേഖലയിൽ UAEയും ഖത്തറുമാണ് കുവൈത്തിന് മുന്നിലുള്ളത്. ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിൽ UAE ആണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമാണ്. സൗദിയിൽ ഉംറ നിർവഹിച്ചു മടങ്ങിയ സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട് 13 പേർ മരിച്ചു. മരിച്ചവരിൽ 5 പേർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. 3 കാറുകളും ഡയന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്.
ഉംറ കഴിഞ്ഞു മടങ്ങിയ കുടുംബം ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. റിയാദിൽ നിന്നും 75 കിലോമീറ്റർ അകലെ മുസാഹ്മിയിൽ വെച്ചാണ് ദാരുണ അപകടമുണ്ടായത്. 3 കാറുകൾ എതിർദിശയിൽ വന്ന ഡയന ലോറിയിൽ ഇടിച്ചാണ് അപകടം. ഒരു കുടുംബത്തിലെ 5 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റിയാദ് കിങ് ഫഹദ് സിറ്റിയിലെ ഓങ്കോളജി ഡോക്ടറായ യമൻ സ്വദേശി ജാഹിം അൽ ഷബഹിയും കുടുംബാംഗങ്ങളുമാണ് മരിച്ച ഒരേ കുടുംബാംഗങ്ങൾ. മറ്റു 2 കാറുകളിലുണ്ടായിരുന്ന 8 പേരും മരിച്ചവരിൽ ഉൾപ്പെടും. എന്നാൽ ഇവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമായിട്ടില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറുകൾ പൂർണ്ണമായും തകർന്നു. പാകിസ്ഥാൻ സ്വദേശി ഓടിച്ചിരുന്ന ഡയനയാണ് കാറുകളിൽ ഇടിച്ചത്. മീഡിയ 1 ദമ്മാം. കുവൈത്തിൽ ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 324 വലിയ വാഹനാപകടങ്ങളും 916 ചെറിയ വാഹനാപകടങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. 21,924 നിയമലംഘനങ്ങളും ഈ കാലയളവിൽ കണ്ടെത്തിയതായും 83 വാഹനങ്ങൾ പിടിച്ചെടുത്തതായും മേജർ ജനറൽ യൂസഫ് അൽ ഖദ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 37 കുട്ടികളെ പിടികൂടി. വാഹനം ഓടിക്കുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് അൽ ഖദ പറഞ്ഞു. പിടികൂടിയ കുട്ടികളെ ജുവനൈൽ പ്രോസിക്യൂഷന് റഫർ ചെയ്തു. സൗദിയിൽ ഗ്യാസ് ഉൾപ്പെടെ ഇന്ധന വിതരണ ശൃംഖലയുടെ സുരക്ഷ ശക്തമാക്കാനൊരുങ്ങി ഊർജ്ജ മന്ത്രാലയം. ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിലെ നിയമലംഘനങ്ങൾ പിടികൂടാൻ സമഗ്രമായ ചട്ടങ്ങളാണ് പുറത്തിറക്കിയത്. നിയമലംഘനങ്ങൾക്ക് ഇനി മുതൽ 2.5 ലക്ഷം മുതൽ 50 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കും. സൗദിയിലെ ഇന്ധന വിതരണം സുരക്ഷിതമാക്കാനും മേഖലയിലെ നിയമലംഘനങ്ങൾ തടയാനും വേണ്ടിയാണ് ഊർജ്ജ മന്ത്രാലയം ലംഘനങ്ങളുടെ പുതിയ കരട് ഷെഡ്യൂൾ പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ഇന്ധന വിതരണ മേഖലയിലെ സ്ഥാപനങ്ങൾക്കെല്ലാം ഉത്തരവ് ബാധകമാകും. പുതിയ ഷെഡ്യൂൾ പ്രകാരം നിയമലംഘനങ്ങളെ 3 തലങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുക, അധികാരികളുമായി സഹകരിക്കാതിരിക്കുക, വേതനത്തിൽ ക്രമക്കേട് കാണിക്കുക തുടങ്ങിയവ കനത്ത പിഴകൾ ലഭിക്കുന്ന ലംഘനങ്ങളാണ്. നിയമലംഘനത്തിന്റെ തീവ്രതയും അതിന്റെ അനന്തരഫലങ്ങളും നിർണ്ണയിച്ച് പ്രത്യേക സമിതിയായിരിക്കും പിഴ വിധിക്കുക. നിയമങ്ങൾ, ചട്ടങ്ങൾ അല്ലെങ്കിൽ ലൈസൻസ് നിബന്ധനകൾ എന്നിവ ലംഘിക്കുന്നവർക്ക് 50 ലക്ഷം റിയാൽ വരെ പിഴ ലഭിക്കും. കൂടാതെ 1 വർഷത്തേക്ക് പ്രവർത്തനം നിർത്തിവെക്കലും അല്ലെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യലും അടക്കമുള്ള നടപടികളും നേരിടേണ്ടി വരും. നിയമലംഘനം തുടരുന്ന ഓരോ ദിവസവും ലംഘനത്തിന്റെ മൂല്യത്തിന്റെ 10% പിഴയായി നൽകണം. 3 വർഷത്തിനുള്ളിൽ ഇതേ ലംഘനം ആവർത്തിച്ചാൽ ഇരട്ടി പിഴയും ചുമത്തപ്പെടും. നിയമലംഘനങ്ങളെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാദേശിക പത്രങ്ങൾ വഴി പ്രസിദ്ധീകരിക്കാനും സമിതി ഉത്തരവിടും. തമീം CP, മീഡിയ 1 റിയാദ്. കുവൈത്തിൽ ഫാമിലി വിസ അനുവദിക്കാനുള്ള സാധ്യതയേറുന്നു. നാളെ ചേരുന്ന കുവൈത്ത് പാർലമെന്റ് സമ്മേളനത്തിൽ പുതിയ താമസ നിയമം ചർച്ച ചെയ്യും. ദേശീയ അസംബ്ലിയുടെ അജണ്ടയിൽ കരട് നിയമത്തെക്കുറിച്ചുള്ള ചർച്ച ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് അംഗീകാരത്തോടെ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കുടുംബ വിസ, സന്ദർശന വിസ എന്നിവ നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുമെന്നാണ് പ്രതീക്ഷ. 2022 ജൂണിലാണ് കുവൈത്തിൽ കുടുംബ വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചത്. നിലവിൽ തൊഴിൽ വിസയും കൊമേഴ്ഷ്യൽ സന്ദർശന വിസയും മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതേസമയം റെസിഡൻസി പെർമിറ്റുകൾക്കും പുതുക്കലുകൾക്കും എൻട്രി വിസയ്ക്കും പുതിയ ഫീസ് നിരക്ക് വന്നേക്കുമെന്നും സൂചനകളുണ്ട്. കുവൈത്തിലേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ചെലവേറും. തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിമാന ടിക്കറ്റ് നിർബന്ധമാക്കിയതോടെയാണ് നിരക്ക് ഉയർന്നത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം വാണിജ്യമന്ത്രിയാണ് പുതിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ഏജൻസികൾ വഴി ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് 750 ദിനാറും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 575 ദിനാറും നേരിട്ട് ഗാർഹിക തൊഴിലാളിയെ കൊണ്ടുവരുന്നതിന് 350 ദിനാറുമാണ് തുക പുതുക്കി നിശ്ചയിച്ചത്. ഓൺലൈൻ ഇടപാടുകളിലൂടെ മാത്രമേ പണം സ്വീകരിക്കുകയുള്ളൂ. കമ്പനികളുമായുള്ള തർക്കത്തെ തുടർന്ന് കാലാവധി അവസാനിക്കുന്നതിന് മുൻപേ ഗാർഹിക തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങുന്നത് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതായി നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു. പുതിയ നീക്കത്തിലൂടെ തൊഴിലുടമകളും റിക്രൂട്ട്മെന്റ് ഏജൻസികളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ കൂടുതൽ നിരക്ക് ഈടാക്കിയാൽ വാണിജ്യ മന്ത്രാലയത്തിൽ പരാതി സമർപ്പിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തൊഴിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ പരിശോധിക്കുന്നതിനായി ആഭ്യന്തര മാനവശേഷി മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും ചേർന്ന് സംയുക്ത പ്രവർത്തക സമിതി രൂപീകരിക്കും. തീരുമാനങ്ങൾ ലംഘിക്കുന്ന ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പബ്ലിക് മാൻപവർ അതോറിറ്റി, വാണിജ്യ മന്ത്രാലയം എന്നിവ വ്യക്തമാക്കി. മീഡിയ 1 കുവൈത്ത്. ഒമാനിൽ ഇലക്ട്രോണിക് സിഗരറ്റുകൾ, ഷീഷകൾ, അനുബന്ധ സാധനങ്ങളും നിരോധിച്ച് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നിയമം ലംഘിക്കുന്നവർക്ക് 2000 റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും അതോറിറ്റി അറിയിച്ചു.
ഒമാനിൽ ഇലക്ട്രോണിക് സിഗരറ്റുകൾ, ശീശകൾ, അനുബന്ധ സാധനങ്ങൾ എന്നിവയുടെ പ്രചാരവും വ്യാപാരവും നിരോധിച്ച് കർശന നിർദ്ദേശമാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പുറപ്പെടുവിച്ചത്. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് പിഴകൾ ചുമത്തും. നിയമലംഘനത്തിന് ആദ്യം 1000 റിയാലിൽ പിഴ ചുമത്തും. നേരത്തെ 500 റിയാലായിരുന്നു പിഴയായി ഈടാക്കിയിരുന്നത്. ലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. പ്രതിദിനം 50 റിയാൽ വീതവും പിഴയായി അടയ്ക്കണം. പരമാവധി 2000 റിയാൽ വരെ ആയിരിക്കും ഇത്. പിടിച്ചെടുക്കുന്ന ഇലക്ട്രോണിക് സിഗരറ്റുകൾ, ഹുക്കകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ നശിപ്പിക്കുകയും ചെയ്യും. മീഡിയ 1 മസ്കത്ത്. ഖത്തർ മന്ത്രിസഭയിൽ അഴിച്ചുപണി. അബ്ദുള്ള ബിൻ ഹമദ് അൽ അതിയയെ മുനിസിപ്പാലിറ്റി മന്ത്രിയായി നിയമിച്ചു. കായിക മന്ത്രിയെയും മാറ്റിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി മന്ത്രിയായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബിൻ അബ്ദുലസീസ് ബിൻ തുർക്കി അൽ സുബൈയെ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ ചുമതലയിലേക്ക് മാറ്റി. അബ്ദുള്ള ബിൻ ഹമദ് അൽ അതിയയാണ് പുതിയ മുനിസിപ്പാലിറ്റി മന്ത്രി. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുൻ താരവുമായിരുന്ന ഹമദ് ബിൻ ഖലീഫ ബിൻ അഹ്മദ് അൽ താനിയാണ് പുതിയ കായിക മന്ത്രി. നീതിന്യായ ക്യാബിനറ്റ് കാര്യ സഹമന്ത്രിയായി ഇബ്രാഹിം ബിൻ അലി ബിൻ ഈസ അൽ മുഹന്നദി ചുമതലയേറ്റു. വിദേശകാര്യ മന്ത്രാലയത്തിൽ സഹമന്ത്രിയായി സുൽത്താൻ ബിൻ സാദ് ബിൻ സുൽത്താൻ അൽ മുറൈഹിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഹമദ് അൽ താനി, പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി എന്നിവർക്ക് മുമ്പാകെയാണ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. മീഡിയ 1 ദോഹ. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും വി മുരളീധരനും മദീന ഹറമിലും ചരിത്ര സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി. ഹറം എക്സ്പ്രസ് ട്രെയിൻ, മദീന ഹറം, ഖുബ മസ്ജിദ്, ഉഹുദ് മലകളിലുമായാണ് മന്ത്രിയും നയതന്ത്ര പ്രതിനിധികളും എത്തിയത്. ഹജ്ജ് കരാർ ഒപ്പിടാനായി ജിദ്ദയിലെത്തിയതായിരുന്നു കേന്ദ്ര സംഘം. ഇന്നലെ ഹജ്ജ് കരാർ ഒപ്പുവെച്ച ശേഷമായിരുന്നു ഇവരുടെ മദീന സന്ദർശനം. രാജ്യത്തെ ഖബർസ്ഥാനുകൾ നവീകരിക്കുവാനൊരുങ്ങി കുവൈത്ത് മുനിസിപ്പാലിറ്റി. ഇത് സംബന്ധമായ വികസന പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതായി ഫ്യൂണറൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഫൈസൽ അൽ അവാദി അറിയിച്ചു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും സുലൈബിഖാത്ത് ഖബർസ്ഥാൻ വിപുലീകരിക്കുന്നതിനുമുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സേവനങ്ങൾ എളുപ്പമാക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയവുമായും സിവിൽ ഇൻഫർമേഷൻ പബ്ലിക് അതോറിറ്റിയുമായും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ മരണ സർട്ടിഫിക്കറ്റുകൾ, പെർമിറ്റുകൾ, മറ്റ് മരണാനന്തര നടപടിക്രമങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിന് ഉടൻ തന്നെ ഇലക്ട്രോണിക് ലിങ്ക് സ്ഥാപിക്കുമെന്ന് അൽ അവാദി അറിയിച്ചു. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന മമ്മൂട്ടി മുതൽ ഫഹദ് ഫാസിൽ വരെയുള്ളവർ മലയാള സിനിമയെ കൂടുതൽ ജനകീയമാക്കുകയാണെന്ന് നടൻ വിനയ് ഫോർട്ട്. വ്യത്യസ്ത പ്രമേയങ്ങൾ ശക്തമായി അവതരിപ്പിച്ച പുതിയ മലയാള സിനിമകൾ ആഹ്ലാദകരമാണെന്നും വിനയ് ഫോർട്ട് പറഞ്ഞു. ആട്ടം എന്ന പുതിയ സിനിമയുടെ ഗൾഫ് റിലീസിംഗിന്റെ ഭാഗമായി ദുബായിലെത്തിയതായിരുന്നു വിനയ് ഫോർട്ട്. മലയാളത്തിലെ മൗലികതയുള്ള ഒരു നടനാണ് വിനയ് ഫോർട്ട്. ഏതാണ്ട് ഒരു 65ഓളം സിനിമകളായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വിനയ് ഫോർട്ടിൻ്റെ ഒരു ചിത്രം വന്നിരിക്കുന്നു. അത് കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രതികരണവും സൃഷ്ടിച്ചിട്ടുണ്ട്. ആട്ടം, അതേക്കുറിച്ച് കൂടിയാണ് വിനയ് ഫോർട്ട് നമ്മോട് സംസാരിക്കുന്നത്. വിനയ് ഫോർട്ട്, വളരെ സന്തോഷം. മലയാളി വ്യത്യസ്തമായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കുക, അങ്ങനെയാണ് വിനയ് ഫോർട്ടിനെ മലയാളി ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ആട്ടത്തിലെത്തി നിൽക്കുമ്പോൾ എന്താണ് അത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് നാട്ടിൽ? ഇപ്പോൾ ഗൾഫിൽ ഇത് വരാൻ പോകുന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ട് ആ ഒരു പ്രതികരണം? ഭയങ്കര സന്തോഷമാണ്. ശരിക്കും ഭയങ്കര സന്തോഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങി. ആദ്യത്തെ ഷോയുടെ ഇരട്ടി ആളുകൾ, 3 ഇരട്ടി ആളുകൾ രണ്ടാമത്തെ ഷോ കണ്ടു. അങ്ങനെ ഈ വെള്ളി, ശനി, ഞായർ, ഇപ്പോൾ ഇന്നലെയൊക്കെ ഈ പറയുന്ന പോലെ ഹൗസ്ഫുൾ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിയായ സന്തോഷമുണ്ട്. ഇപ്പം ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവരാരും മോശപ്പെട്ട നടന്മാരല്ല, ഇവർ ഗംഭീര നടന്മാരാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചില ആക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ ഇതിലും നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള. പക്ഷെ അവർക്കൊരു സ്പേസ് ഇല്ല. അവർ ജീവിക്കാൻ വേണ്ടി മറ്റ് പല ജോലികളും ചെയ്യുന്നു. ഈ സിനിമ തുടങ്ങിയപ്പോൾ ഡയറക്ടറിനോട് ഇപ്പം നമ്മൾ പറഞ്ഞെന്താന്ന്, 9 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഇവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അതൊരു ഗംഭീര സിനിമയായിരിക്കണം. അത് 1 മിനിറ്റ് ഒരാളെ ബോറടിപ്പിക്കരുത്. ഇത് മാസിന് വേണ്ടിയിട്ടുള്ള സിനിമയായിരിക്കണം. ഇതൊരു കമേഴ്ഷ്യൽ സിനിമ ആയിരിക്കണം. അല്ലെങ്കിൽ ഇതിൽ ഡെഫിനറ്റ്ലി ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് തിരികെ കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത്ര പാരാമീറ്റേഴ്സൊക്കെ വെച്ചിട്ട് അയാൾ ഒരു തിരക്കഥ എഴുതുകയും
ഈ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിക്കുകയും അവസാനം സിനിമ ഇറങ്ങുമ്പോൾ ഇത്ര ഗംഭീര അഭിപ്രായം കിട്ടുകയും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെയൊക്കെ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് പലപ്പോഴും റിസ്ക് ഇല്ലാണ്ട് പരിപാടികളൊന്നും നടക്കില്ല. എല്ലാ മഹത്തായിട്ടുള്ള പരിപാടികളും നടന്നിട്ടുള്ളത് റിസ്കിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു റിസ്ക് എടുക്കാൻ വളരെ ശക്തനായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നു. ഡോക്ടർ അജിജോ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വരികയും ഈ സിനിമയുടെ കോണ്ടന്റിൻ്റെ അല്ലെങ്കിൽ ഈ സിനിമ നന്നാൻ വേണ്ടി എന്തൊക്കെ വേണം അത് മുഴുവൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ മലയാള സിനിമ പുറം ലോകത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണലി റെസ്പെക്ട് ചെയ്യപ്പെടുന്നത് മലയാള സിനിമയിലുണ്ടായിട്ടുള്ള ഈ മാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വലിയ കമേഴ്ഷ്യൽ സിനിമകളുടെ പേരിലല്ല. ഏറ്റവും കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഗംഭീര മാസ്റ്റർ ഫിലിം മേക്കേഴ്സിന് സിനിമകളിൽ നിന്നാണ്. അപ്പോൾ അത്തരം അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സിനിമയുടെ ഒരു പ്രധാന ഭാഗമായി എന്നുള്ള തരത്തിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഡെഫിനറ്റ്ലി ഒരു സിനിമയിൽ പൊളിറ്റിക്സും മെസ്സേജസും ഒക്കെ ഉണ്ടാവും. അത്യന്തികമായിട്ട് ആട്ടം ഇതിൻ്റെ സ്ക്രാച്ചിൽ തന്നെ നമുക്കുണ്ടായ ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു എൻഗേജിങ് സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്രൈം സസ്പെൻസ് ഡ്രാമയാണ്. എൻ്റെ ഭാര്യ കണ്ടിട്ട് പറഞ്ഞത് അവൾ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീപക്ഷ സിനിമ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യുനാനിമസ്ലി സ്വീകരിച്ചൊരു സിനിമയാണ്. പക്ഷെ അതിൻ്റെ കാരണം ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ സിനിമ ഇവരെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ടും ഇവരെ ഇമോഷണലി മൂവ് ചെയ്യിച്ചുകൊണ്ടും ഇവരെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമ ഞാനൊരു മലയാളിയാണെന്നുള്ളതും അല്ലെങ്കിൽ മലയാള സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള തരത്തിലും നടൻ എന്നുള്ള തരത്തിലും ഭയങ്കര അഭിമാനിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ മലയാള സിനിമ ഈ വേൾഡ് സിനിമയുടെ മുമ്പിൽ അഭിമാനം ഉണ്ടായത് ഈ പറയുന്ന ഇൻറ്റൻസ് ആയിട്ടുള്ള കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള സിനിമകളിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞ പേര് ഇപ്പം നൻപകലായാലും കാതലായാലും അല്ലെങ്കിൽ അത്തരം സിനിമകളൊക്കെ ഈ പറയുന്ന നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ സെനാരിയോ കൊണ്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ നമ്മളുടെ സിനിമയും ആ കൂട്ടത്തിൽ പെടുന്ന എന്നാൽ പക്ഷേ വളരെ കമേഴ്ഷ്യൽ സ്വഭാവമുള്ള കുറച്ചും കൂടി പേസുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ത്രില്ലറാണ്. ഇപ്പോൾ ഫഹദുമായിട്ടുള്ളൊരു കമൻ്റൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഫഹദിനെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ കാണുന്നു? ഭയങ്കര റെസ്പെക്റ്റുള്ള ഒരു ആക്ടറാണ്. അല്ലെങ്കിൽ ഫഹദ് ചെയ്യുന്ന വർക്കുകളോട് അതിയായ റെസ്പെക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഫഹദിൻ്റെ സിനിമകളൊക്കെ നമ്മൾ ഇറങ്ങാൻ കാത്തിരിക്കുകയും അത് കാണുകയും അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വളരെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള എനിക്ക് ആട്ടത്തിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ പോസ്റ്റർ ഷെയർ ചെയ്ത ഫഹദ് ഫാസിലായിരുന്നു. ഇനിയും പിന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ തന്നെ മലയാള സിനിമ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷ കൂടിയില്ലേ? എപ്പോഴും മലയാള സിനിമ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ എവല്യൂഷനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിൽ എല്ലാത്തരം സിനിമകളും ഉണ്ടായിട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ 2024 പ്രതീക്ഷ എന്നോട് പല ആളുകളും ചോദിക്കും എന്താണ് 2024 പ്രതീക്ഷ. ഞാൻ പറയും എനിക്ക് 2024 പ്രതീക്ഷ ആട്ടമാണ്. എന്തായാലും വിനയ് ഫോർട്ട് ഈ ഒരു യാത്ര ശക്തമായി തന്നെ തുടരുക. പ്രത്യേകിച്ച് ഒരു നടൻ എന്നതിൽ അപ്പുറത്തായിട്ട് ഇതേപോലുള്ള സിനിമ പരീക്ഷണങ്ങൾ നടത്താൻ കൂടി ഇനിയും സാധിക്കട്ടെ എന്ന് കൂടി പറയാണ്. ക്യാമറ പേഴ്സൺ യാസർ അർഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ 1 ദുബൈ. MCA നാസർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സസ്പെൻസ് ത്രില്ലറായ ആട്ടം ഈ മാസം 11-ന് UAE പ്രദർശനത്തിനെത്തും. നവാഗതനായ ആനന്ദ് ഏക്കർഷി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയിൽ വിനയ് ഫോർട്ട്, കലാഭവൻ ഷാജോൺ എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ. പുതുമുഖ നടി സരിൻ ഷിഹാബാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രമുഖ സംരംഭകൻ ഡോക്ടർ അജിത് ജോയാണ് ചിത്രത്തിന്റെ നിർമ്മാണം. നാടകത്തിനുള്ളിലെ അന്തർനാടകങ്ങളും ആത്മസംഘർഷങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. UAEയിലും മികച്ച വിജയം നേടുമെന്നാണ് പ്രതീക്ഷയെന്ന് സംവിധായകൻ ആനന്ദ് ഏക്കർഷി പറഞ്ഞു. ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭിനേതാക്കളായ കലാഭവൻ ഷാജോൺ, വിനയ് ഫോർട്ട് എന്നിവരും പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയെ പ്രശംസിച്ച ഏഷ്യൻ കപ്പ് ഫുട്ബോൾ CEO ജാസിം അൽ ജാസിം. ടൂർണമെന്റിലെ മികച്ച താരങ്ങളിൽ ഒരാളാണ് ഛേത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ കപ്പിൽ കളിക്കാൻ ലഭിച്ച അവസരം സ്വപ്നതുല്യമാണെന്ന് ഇന്ത്യൻ താരം ലാലിൻ സുവാല ചാങ്തെ പറഞ്ഞു. 39-കാരനായ ഇന്ത്യൻ ക്യാപ്റ്റൻ അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഗോൾ വേട്ടക്കാരിൽ മുൻനിരയിലുള്ള താരമാണ്. സുനിൽ ഛേത്രി ടൂർണമെന്റിന്റെ തന്നെ മുഖങ്ങളിലൊന്നാണ്. ഛേത്രിയുടെ സാന്നിധ്യം ഇന്ത്യയുടെ കളി കാണാൻ ആരാധകരെ സ്റ്റേഡിയത്തിലെത്തിക്കുമെന്ന് ഏഷ്യൻ കപ്പ് CEO ജാസിം അൽ ജാസിം പറഞ്ഞു. അതേസമയം ദോഹയിൽ ഛേത്രിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ടൂർണമെന്റിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഏഷ്യൻ കപ്പിനുള്ള ടീമിൽ ഇടം പിടിക്കാനായത് സ്വപ്നതുല്യമായ നേട്ടമാണെന്ന് മുന്നേറ്റ നിരക്കാരൻ ലാലിൻ സ്വാല ചാങ്തെ പറഞ്ഞു. I'm really excited and really looking forward to it. It's an honor to be able to represent my country at the biggest stage, and it's a dream come true
because I couldn't make it to the team back in 2019 due to some reasons. ഖത്തറിൽ ടീം കഴിവിന്റെ പരമാവധി പുറത്തെടുക്കുമെന്നും ചാങ്തെ ഉറപ്പു നൽകി. I hope you will fill the stadium, and I can't guarantee you that we will win all the matches, but all I can promise you that is we will give our best. We will give everything in the pitch. We will leave no stone unturned. So that's the promise that I can give. So please come, do support us. Media One, Doha. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ആരവങ്ങൾ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലേക്കും പകർത്താൻ അവസരമൊരുക്കി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഏഷ്യൻ കപ്പ് ലോഗോ പതിച്ച നമ്പർ പ്ലേറ്റിനായി ഇപ്പോൾ അപേക്ഷിക്കാം. നിലവിലുള്ള വാഹനങ്ങൾക്കും ഇത്തരം നമ്പർ പ്ലേറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ്. സ്വകാര്യ വാഹനങ്ങളായിരിക്കണം. വ്യാജ ലോഗോകൾ പതിക്കുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അബുദാബിയിൽ നടന്ന അൽ ഫലാഹ് ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 2 ഗ്രീൻ ആർമി ചാമ്പ്യന്മാരായി. ഒരു മാസം നീണ്ട മത്സരത്തിൽ UAE പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. 92 റൺസിന് റെഡ് റാപ്പറ്റേഴ്സിനെയാണ് ഗ്രീൻ ആർമി പരാജയപ്പെടുത്തിയത്. 15 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 202 എന്ന സ്കോർ നേടിയാണ് ജയം. സമാപന ചടങ്ങിൽ മികച്ച കളിക്കാരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ഗ്രീൻ ആർമിക്ക് വേണ്ടി ക്യാപ്റ്റൻ ഷിനാസ് മജീദ് ട്രോഫി ഏറ്റുവാങ്ങി. റിസാല സ്റ്റഡി സർക്കിൾ RSTയുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ യൂത്ത് കോൺഫറൻസിക്ക് തുടക്കമായി. സൽമാബാദ് സിറ്റി യൂണിറ്റിൽ നടന്ന ബഹ്റൈൻ തല സമ്മേളന ഉദ്ഘാടനം SYS കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി നിർവഹിച്ചു. ബഹ്റൈനിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യൂസഫ് അലി മമ്പാട്ടുമൂല പ്രസിഡന്റും അഷ്കർ പൂഴിത്തല ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. സമദ് പത്തനാപുരമാണ് ട്രഷറർ. സൗദിയിലെ ജിസാനിൽ ബംഗ്ലാദേശ് സ്വദേശിയുടെ കുത്തേറ്റ് മരിച്ച മണ്ണാർക്കാട് കൂമ്പാറ ചേരിക്കപ്പാടത്ത് അബ്ദുൽ മജീദിന്റെ മൃതദേഹം ബുധനാഴ്ച നാട്ടിലെത്തിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് മൃതദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നാണ് ബന്ധുക്കൾക്കുള്ള വിവരം. പുല്ലശ്ശേരി മഹൽ ഖബർസ്ഥാനിലാണ് ഖബറടക്കം. കഴിഞ്ഞ മാസം 5-നാണ് അബ്ദുൽ മജീദ് കൊല്ലപ്പെട്ടത്. ജിസാനിലെ ദർബിൽ കട നടത്തുകയായിരുന്നു. ഇവിടെ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് സ്വദേശിയുമായി ജോലി സംബന്ധമായി ഉണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. പ്രതി പോലീസിന്റെ പിടിയിലാണ്. വധശിക്ഷയാണ് സൗദിയിൽ കൊലപാതക കേസുകളിൽ ലഭിക്കുന്ന ശിക്ഷ. ഏഷ്യൻ കപ്പിൽ പന്ത് തട്ടുന്ന താരങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കാനായി ആസ്പെറ്റാർ ആശുപത്രി തുടങ്ങി. സ്പോർട്സ് മെഡിസിനിൽ ലോകത്തെ തന്നെ മുൻനിര സ്ഥാപനമാണ് ആസ്പെറ്റാർ. നെയ്മർ അടക്കം ലോക ഫുട്ബോളിലെ സൂപ്പർ താരങ്ങളുടെ ഗുരുതര പരിക്കുകൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ സ്ഥാപനമാണ് ദോഹയിലെ ആസ്പെറ്റാർ ആശുപത്രി. ഏഷ്യൻ കപ്പ് ഫുട്ബോളിനായി സർവ്വസന്നാഹങ്ങളുമായി സജ്ജമാണ് ആസ്പെറ്റാർ. ലോകകപ്പിന് സമാനമായ ആരോഗ്യ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കളിക്കളത്തിലോ പരിശീലന വേദിയിലോ ഉണ്ടാകുന്ന ഏത് പരിക്കിനും പരിഹാരം കാണാനുള്ള ആധുനിക സംവിധാനങ്ങൾ ആസ്പെറ്റാറിലുണ്ട്. കളിക്കിടയിലെ കൂട്ടിയിടി മൂലമുണ്ടാകുന്ന പരിക്കുകളും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ചികിത്സിക്കാൻ ഇവന്റ് പോളിക്ലിനിക്കിൽ പ്രത്യേക സൗകര്യമുണ്ടാകും. ഇതോടൊപ്പം ടൂർണമെന്റിനെത്തിയ എല്ലാ താരങ്ങൾക്കും പ്രത്യേക പല്ല് പരിശോധനയും ദന്തപരിചരണത്തിനുള്ള കിറ്റുകളും നൽകും. പല്ലുകൾക്കുണ്ടാകുന്ന അപകടം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകോത്തര ചികിത്സ ലഭ്യമാക്കാൻ ആസ്പെറ്റാർ സജ്ജമാണെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഖാലിദ് അൽ ഖലൈഫി പറഞ്ഞു. മീഡിയ വൺ, ദോഹ. ഉംറ നിർവഹിക്കാനെത്തിയ മലയാളി തീർത്ഥാടക മദീനയിൽ മരിച്ചു. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിനി പാത്തുവാണ് മരിച്ചത്. 67 വയസ്സായിരുന്നു. ഉംറ സന്ദർശനം പൂർത്തിയാക്കി മദീന സന്ദർശിക്കുന്ന വേളയിലാണ് ഹൃദയാഘാതമുണ്ടായത്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ഖബറടക്കി. മലപ്പുറം കീഴ്ശ്ശേരി സ്വദേശി മുഹമ്മദ് ബഷീർ സൗദിയിലെ റിയാദിനടുത്ത ഷഖ്റയിൽ മരിച്ചു. 48 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതയുണ്ടായി താമസ സ്ഥലത്ത് മരിക്കുകയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി സാമൂഹ്യ പ്രവർത്തകർ രംഗത്തുണ്ട്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഫുജൈറ അക്കാദമിക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് യൂത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ അംഗം ആയിഷ കമീസ് അൽ ദഹാനി ഉദ്ഘാടനം ചെയ്തു. നാസറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സഞ്ജീവ് മേനോൻ ആമുഖ പ്രഭാഷണം നടത്തി.
ഡോക്ടർ പുത്തൂർ റഹ്മാൻ, താഹിർ അലി, അശോക് പാണ്ഡെ തിവാരി, സഞ്ജു തോമസ്, ഡോക്ടർ മോനി കെ വിനോദ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സംഗീത് ഇബ്രാഹിം പ്രചോദക പ്രഭാഷണം നിർവഹിച്ചു. അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന വിഷയത്തിൽ ടി പി ഷറഫുദ്ദീൻ ക്ലാസ് എടുത്തു. കരിയർ ഗൈഡൻസ് മേഖലയിലെ പുതുസാധ്യതകളെക്കുറിച്ച് പ്രക്ഷിത് ദണ്ഡ സംസാരിച്ചു. 2 സെഷനുകളിലായാണ് പരിപാടി നടന്നത്. VM സിറാജ്, അബ്ദുൽ ജലീൽ ഖുറൈഷി, പ്രദീപ് എന്നിവർ മേൽനോട്ടം വഹിച്ചു. മീഡിയ 1 ഫുജൈറ. OICC സൗദി ഹഫർബാത്തിൻ ഘടകം കഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കമ്പിളി വസ്ത്രങ്ങളും പുതപ്പുകളും ഭക്ഷ്യവസ്തുക്കളും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തു. വിദൂര ദിക്കുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്കും ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടവർക്കുമാണ് സഹായം വിതരണം ചെയ്തത്. പ്രസിഡന്റ് വിപിൻ മറ്റത്ത്, സജി പടിപ്പുര, ജിതേഷ് തിരുവത്ത്, ഷബ്നാസ് കണ്ണൂർ, അലി മലപ്പുറം, സൈഫുദ്ദീൻ പള്ളിമുക്ക് എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി കുവൈത്ത് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സഹായം നൽകുന്നു. മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ സഹായം നൽകുക. പദ്ധതിയുടെ ധനസമാഹരണം TV ലത്തീഫിന് നൽകി റൌഫ് മഷ്ഹൂർ തങ്ങൾ നിർവഹിച്ചു. ഫാറൂഖ് ഹമദാനി, ഫാസിൽ കൊല്ലം, അനുഷാദ് തിക്കോടി, ഇസ്മായിൽ സൺഷൈൻ, KK കരീം പൂക്കാട്, നവാസ് കോട്ടയ്ക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ അബു ഹലീഫ മേഖലാ സമ്മേളനം സഖാഫ് വസുദേവ് ആചാര്യ ബാലാനന്ദ നഗറിൽ നടന്നു. സുഗതകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗോപി കൃഷ്ണൻ, ഹിക്മത് TV, അരുണിമ പ്രകാശ് എന്നിവരടങ്ങിയ പ്രസീഡിയം നിയന്ത്രിച്ച സമ്മേളനത്തിൽ 21 യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് 190 പ്രതിനിധികൾ പങ്കെടുത്തു. അബു ഹലീഫ മേഖലാ പ്രസിഡന്റായി സന്തോഷ് KGയെയും സെക്രട്ടറിയായി രഞ്ജിത്ത് TMനെയും തെരഞ്ഞെടുത്തു. പ്രജോഷ് T, ബിജോയ് എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഇനി നോക്കാം പ്രധാന നഗരങ്ങളിലെ താപനില. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. മസ്കത്ത് കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. സലാല കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കറൻസി വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 14 പൈസ, UAE ദിർഹം 22 രൂപ 61 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 81 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 71 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 14 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 27 പൈസ. ഇതോടെ മീഡിയ സ്റ്റാർ പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.